അതിലിരുന്ന കമ്പെടുത്ത് എന്നെ അടിക്കാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിടിച്ചു മാറ്റും. ഇവൻ വന്ന് സ്ഥിരം ഇതാണ് പരിപാടി. ഇവിടെ അധികം ആളുകളില്ലാത്ത സമയത്ത് വന്ന് നമ്മളെ പ്രകോപിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുക, തെറി വിളിക്കുക. മനുഷ്യാവകാശ പ്രവർത്തകരോ അല്ലെങ്കിൽ സമൂഹത്തിൽ സാമൂഹിക അങ്ങനെ ആരെങ്കിലും ഇടപെട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ മറ്റുള്ള കേസുകൾ പോലെ മൂവി ഒന്നും ചെയ്യാൻ പറ്റൂല. പല ക്രൈമുകളും ചെയ്ത് പല അഴിമതികളും കൊലപാതകങ്ങളും ചെയ്ത് അതിനെ അട്ടിമറിച്ച് പരിചയസമ്പന്നരായ ആളുകളാണ് ഈ ഗവൺമെൻറ്റിന്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് അങ്ങനെ കളിച്ചു. ജനക്കൂട്ടത്തിനും എനിക്കും ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇവർ സമരത്തിൻ്റെ നിയന്ത്രണം ഇവർ കൈക്കലാക്കിക്കൊണ്ട് എന്ന് പറയുന്നത് നമ്മളെയും പറ്റിക്കുക, അതോടൊപ്പം ജനങ്ങളെയും പറ്റിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇവർ പല സംഭവം. നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിരന്തരം കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ശ്രീജിത്ത് എന്ന 37കാരൻ നടത്തുന്ന സമരം. വർഷങ്ങളായി, അതായത് ഏകദേശം 3000-ലധികം ദിവസമായി ഈ ഒരു യുവാവ് ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നു. സ്വന്തം അനുജൻ്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത്, ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്, സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു യുവാവ് ഇത്രയും കാലമായി സമരം നടത്തുന്നത്. ഈ ഒരു യുവാവിൻ്റെ സാഹചര്യം ഇപ്പോൾ എന്താണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, നിരവധി രീതികളിലുള്ള വെല്ലുവിളികളും അതുകൂടാതെ കൊലവിളികളെല്ലാം തന്നെ നേരിട്ട ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് എന്ന് പറയുന്നത്. എന്തായാലും ശ്രീജിത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് ശ്രീജിത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ശ്രീജിത്ത്, എത്ര കാലമായി ഏകദേശം ഇവിടെ സമരം തുടങ്ങിയിട്ട്? ഇത് ഏതാണ്ട് 9 വർഷത്തിലധികമായി. ഏതാണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാനം നടന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അതിഭീകരമായൊരു കൊലപാതകമാണ് അത്. ഇപ്പോൾ ഇവർ ഇങ്ങനെയുള്ള സംഭവങ്ങളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമൊന്നും ഈ സംഭവം ഞങ്ങൾക്ക് എൻ്റെ ഇളയവനാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ സമൂഹത്തിലുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് എതിരെ ഇങ്ങനെ ഞാൻ പരാതികളുമായിട്ട് സമരമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ അന്വേഷണമൊക്കെ നടത്തി റിപ്പോർട്ടൊക്കെ കൊടുത്തു. റിപ്പോർട്ട് കൊടുക്കുന്നത് 2016-ലാണ്. ഇവർ ഭരണത്തിൽ വരുന്നതിൻ്റെ ആ സമയത്താണ് ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നത് ഇത് നമ്മുടെ ഷാജൻ സ്കറിയസ് അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ഇത് നല്ലോണം ചെയ്തു, എന്താണ് കാര്യമെന്ന് പറഞ്ഞ് ഒരിക്കൽ ഇത് നല്ലോണം ചെയ്തു സംഭവം. അപ്പോൾ 2014 റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇവർ അട്ടിമറിച്ച് കളഞ്ഞു. ഈ കേസിലെ പ്രതികൾ ഇവരുടെ ആളുകളായതുകൊണ്ട് ഓരോ നടപടികൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി, നാളെ നീട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇന്ന് കിടക്കും പോലെ അല്ല, ഇന്നുള്ള മൈൻഡല്ല എൻ്റെ. നമ്മളെപ്പോഴും വല്ല പ്രാകൃതമായ വേഷത്തിൽ മഴയൊക്കെ കൊണ്ട് അങ്ങനെ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ ഭയങ്കര ഇതായി. പൊതുജനങ്ങളുടെ ഇടയിൽ അന്ന് സമരമായിട്ട് വരുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ ഈ ഒരു സംഭവം വലിയ സംസാര വിഷയമായ സമയത്ത് ഇവർ പല ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു. 2018-ലാണ് ഈ സംഭവം പറഞ്ഞത്. 2018-ൽ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങൾ ഈ സംഭവത്തിൽ ഇടപെട്ടു. ഇവിടെ ഈ ജസ്റ്റിസ് ഇതിനു വേണ്ടി ഇങ്ങനെ ഇവിടെ വലിയ ഒരു ഇതുണ്ട്. പക്ഷേ ഈ സമരത്തിൻ്റെ ഒരു നിയന്ത്രണം ഇവന്മാരുടെ കയ്യിലായിപ്പോൾ. ഈ വന്ന ജനക്കൂട്ടത്തിനും എനിക്കും ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇവർ സമരത്തിൻ്റെ നിയന്ത്രണം ഇവർ കൈക്കലാക്കിക്കൊണ്ട് എന്ന് പറയുന്നത് നമ്മളെയും പറ്റിക്കുക, അതോടൊപ്പം ജനങ്ങളെയും പറ്റിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇവർ പല ക്രൈമുകളും ചെയ്ത് പല അഴിമതികളും കൊലപാതകങ്ങളും ചെയ്ത് അതിനെ അട്ടിമറിച്ച് പരിചയസമ്പന്നരായ ആളുകളാണ് ഈ ഗവൺമെൻറ്റിന്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് അങ്ങനെ കളിച്ചു. അപ്പം നമ്മളും വഞ്ചിക്കപ്പെട്ടു. ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ആളുകളും ചീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇത് സംഭവം കേസ് മൊത്തം ഇവർ അട്ടിമറിച്ചു. കോവിഡ് വന്നപ്പോൾ ഇവർ മുക്കിക്കളഞ്ഞു. പ്രധാന ഈ സംഭവം പല ആളുകളും ഇങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന സംസാര വിഷയമായിരുന്ന ഒരു സംഭവത്തെ ജനശ്രദ്ധയിൽ നിന്ന് മാറ്റുന്നത് കോവിഡ് ഒരു പ്രധാന കാരണമാണ് ഈ ഒരു സംഭവത്തെ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ പൊതുജനങ്ങളുടെ ശ്രദ്ധ വരാൻ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഭയങ്കര ശല്യമാണ്. ആരെയാണ് ശല്യം?
ഇവർ ഈ ഗവൺമെൻറ്റിനെതിരെ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് അവർ നമ്മളെ മറ്റേതെങ്കിലും രീതിയിൽ നമ്മളെ ശല്യം ചെയ്യില്ല. പക്ഷേ ഇവർ വേറെ ആളുകളിട്ട് ഇവരുടെ പാർട്ടിയിലുള്ള കീടം കേസുകളെ ഈ ഇടയ്ക്കുണ്ടല്ലോ, ഈ ഇടയ്ക്ക് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന അദ്ദേഹം ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ എന്തെങ്കിലും അടിപിടിയൊക്കെ നടത്തി ജയിലിലൊക്കെ സ്ഥിരം പോകുന്നില്ലേ, അതിൽപ്പെട്ട ഒരുത്തനെ സ്ഥിരം വന്നിവിടെ ഭയങ്കര. എപ്പോഴാണ് ഈ പ്രശ്നം? ഈ സംഭവം 2 ദിവസം ശനിയാഴ്ച പാതിരാത്രി 12 മണിക്ക് ശേഷം ഈ അവസാനം ഇന്നലെയും വന്ന് ഇവിടെ ശല്യം ചെയ്തു. പക്ഷേ ശനിയാഴ്ച ഇവിടെ വന്ന് പ്രശ്നമുണ്ടായ സമയത്ത് ഞാൻ പിടിച്ചൊന്ന് തള്ളി. എന്താ ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇവിടെ വന്ന് തെറി വിളിക്കുക, നമ്മളെ വന്ന് തെറി വിളിക്കുക. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ദിവസം എന്നെ അടിച്ചു. അപ്പോൾ ഞാൻ വെറുതെ നിന്നു. നമ്മൾ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിഷയം വേറെ ആയിപ്പോവും. നമ്മൾ പാർട്ടി അല്ല, ഇവർ വേറെ ആളുകളെ വിട്ട് ഈ വെറും ലോക്കലായിട്ടുള്ള കീടം കേസ് ഇതുണ്ടല്ലോ, എന്തെങ്കിലും അടിപിടിയും കേസ് പ്രശ്നങ്ങളൊക്കെ ആക്കി ഈ സ്ഥിരം ജയിലിൽ പോകുന്ന ടീമുകളുണ്ട്. അങ്ങനെയുള്ള ടീമുകൾ അവർക്ക് പ്രശ്നമല്ല, അടി കൊണ്ടാലും ജയിലിൽ പോയാലും അവന്മാർക്കൊന്നും പ്രശ്നമല്ല. ഒരു വലിയ ഭരണസംബന്ധമായ വലിയ ആളുകൾക്കെതിരെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോ ക്ലാസ് ആയിട്ടുള്ള ഏറ്റവും ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ വിടും. പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കും, ഒന്നെങ്കിൽ നമുക്കെതിരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കാനോ അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ശനിയാഴ്ച വന്നു ഭയങ്കര അടിയുണ്ടായി കേട്ടോ. ഭയങ്കര അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നമ്മൾ തിരിച്ചടിക്കാൻ നിന്നാൽ പ്രശ്നം ചിലപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ തിരിച്ചടിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറിപ്പോയി. ഇവിടെ അപ്പുറത്തെ കാളിപ്പോൾ ഉണ്ട്, അവിടെ ആ തട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ട് കാളിപ്പോൾ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വന്ന് പിടിച്ചു മാറ്റി എന്നെ അടിക്കുന്നുണ്ട്. ഈ ബോർഡ് ഇതെല്ലാം വലിച്ചു പൊട്ടിച്ചു, ഈ ബോർഡെല്ലാം വലിച്ചു പൊട്ടിച്ചു. അതുകൊണ്ട് ആ ബോർഡൊക്കെ വലിച്ചു പൊട്ടിച്ചു. അതിലിരുന്ന കമ്പെടുത്ത് എന്നെ അടിക്കാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിടിച്ചു മാറ്റും. ഇവൻ വന്ന് സ്ഥിരം ഇതാണ് പരിപാടി. ഇവിടെ അധികം ആളുകളില്ലാത്ത സമയത്ത് വന്ന് നമ്മളെ പ്രകോപിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുക, തെറി വിളിക്കുക. അങ്ങനെ നമ്മൾ സഹികെട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവന്മാർ ആരുടെയോ ബലത്തിലാണ്, അല്ലാതെ ഇവിടെ വന്ന് ആരും ചെയ്യൂല. ഇവിടെ പ്രധാനമായിട്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് പാർട്ടിക്കാരിൽ നിന്ന്. ഇവരെ ഗവൺമെൻറ്റിൽ ഈ ഭരണത്തിലിരിക്കുന്നവർ നമ്മളെ ശല്യം ചെയ്യില്ല. അവർ വേറെ ആളുകളെ ഭരണവുമായി ബന്ധമില്ലാത്ത പാർട്ടിയിൽപ്പെട്ട മറ്റുള്ള ആളുകൾ ഭരണത്തിൽ ഇരിക്കുന്നവർ, പോലീസുകാരാവാം, രാഷ്ട്രീയക്കാർ, പോലീസുകാർ, ഗവൺമെൻറ്റിൻ്റെ ആളുകൾ, അവർ നേരിട്ട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ അറ്റാക്ക് ചെയ്യാൻ അവർ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും ലോ ക്ലാസ് സമൂഹത്തിലെ ഇങ്ങനെയുള്ള ആളുകളെയാണ്. ഈ അടിപിടിയും മറ്റുമൊക്കെ. പിന്നെ മുമ്പൊക്കെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ പാർട്ടിയിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ വന്നത്. പക്ഷേ ഇപ്പോഴവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായാൽ പോലും അവന് ജയിലിൽ പോയാലും ചത്താലും അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഈ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് അതിനടിമപ്പെട്ട ആളുകളുണ്ടല്ലോ. അല്ലാത്ത സമയത്ത് ഒരു പാവമായിരിക്കും, ഇതടിക്കുന്ന സമയത്ത് അവൻ്റെ മൈൻഡ് വേറെ ആയിരിക്കും. അപ്പം നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ്? അങ്ങനെ അതിനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതൊക്കെ നമ്മളെ പെടുത്താനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിടാനോ അല്ലെങ്കിൽ നമ്മളെ കേസിൽപ്പെടുത്താനോ ഒക്കെ ഉള്ള പരിപാടികൾ ഭയങ്കര ശല്യമാണ്. ശനിയാഴ്ച ഇവിടെ വന്നു. ഇന്നിപ്പോൾ 6-ാം തീയതി ശനിയാഴ്ച ഇവിടെ പ്രശ്നമായി. ഇന്നലെയും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. അപ്പം നമ്മൾ പരമാവധി അവൻ്റെ വിചാരം എന്താണ്, നമ്മൾ പരമാവധി ഒഴിഞ്ഞു മാറുന്നതാണ്. അപ്പോൾ ഇന്ന് മറ്റുള്ള മാധ്യമങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു കുറച്ചെങ്കിലും മറുനാടനാണ് കാര്യങ്ങൾ ജനങ്ങളെ ഈ സംഭവം എന്താണ്, കേസ് എന്താണ് എന്ന് ഷാജൻ സ്കറിയ അദ്ദേഹം വന്ന് കേസ് എന്താണ്, ഇവർ CBI അന്വേഷണം നടത്തിയിട്ട് പേരിനൊരു അന്വേഷണം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ തയ്യാറായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ള മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോളെ അങ്ങനെയുള്ള പരിപാടികൾ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇവർ ടീമായിട്ടായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർ ഒരാളെ പ്രശ്നം ഉണ്ടാക്കാൻ വരും, അതിലിടപെടാനും ആ വിടുന്ന ടീമിൽപ്പെട്ടവനായി തന്നെ ആയിരിക്കും അതിൽ അങ്ങനെ ഒരു കളിയൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ജനങ്ങളെ കാര്യം എന്താണെന്ന് അറിയിക്കണം, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായപ്പോൾ ജനങ്ങൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ട ഒരു കേസാണ്. ഈ കേസിൻ്റെ അവസ്ഥ ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ
ഒരുമാതിരിപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകർ സഹോദര ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി നിങ്ങൾ ഈ കേസ് കോടതിയിലും സുപ്രീം കോടതിയിലോ മറ്റോ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കോടതി വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇല്ലെങ്കിൽ ഇവന്മാർ കാരണം ഈ കേസിലെ പ്രതികൾ വലിയ പൊളിറ്റിക്കൽ സ്വാധീനമുള്ള ആളുകളാണ്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടി ഇന്ന് ഈ കേസിൽ എന്തെങ്കിലും ആവണമെങ്കിൽ മാധ്യമങ്ങളുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ കേസ് സുപ്രീം കോടതിയിലോട്ട് മൂവ് ചെയ്ത് വേണ്ട നിയമപര കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടണം. അപ്പോൾ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരിക്കലും ഇടപെട്ടതാണ്. പിന്നെ അതെല്ലാം അട്ടിമറിച്ച് കളഞ്ഞു. ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2-3 ആഴ്ച കൊണ്ട് തീരുന്നതാണ്. ഇപ്പോൾ ഒരു മാധ്യമങ്ങൾ ഇപ്പോൾ ഇടപെട്ടത് മാധ്യമങ്ങൾ ഒരു പ്രശ്നത്തിൽ ഇന്നതാണ് ഈ ഒരു സംഭവം, നമ്മൾ കേസ് ഫയൽ ചെയ്യാണ്, സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതിയോട് നമ്മൾ ആവശ്യപ്പെടും. 2-3 ആഴ്ച കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമാണ്. ആരെങ്കിലും ഇടപെട്ട് ആരെങ്കിലും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ ആരെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകരോ അല്ലെങ്കിൽ സമൂഹത്തിൽ സാമൂഹിക അങ്ങനെ ആരെങ്കിലും ഇടപെട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ മറ്റുള്ള കേസുകൾ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലെ പ്രതികളെന്ന് പറയുന്നത് കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് പ്രതികൾ. അത് വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യത്വമുള്ള മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് എൻ്റെ ഒരു അപേക്ഷയുണ്ട്. ഞാൻ എൻ്റെ വീട് കണ്ടിട്ട് വർഷങ്ങളായി. ഞാൻ എൻ്റെ വീട് കണ്ടിട്ട് നാടൊക്കെ കണ്ടിട്ട് ഞാൻ തെരുവിലിങ്ങനെ കിടക്കുവാണ്. നമ്മൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുവാണ്. ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടണം. ഈ സമരമായിട്ട് ഇങ്ങനെ തുടർന്നു പോകാൻ തന്നെയാണ് സമരം. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സമരം ഒരു പ്രശ്നമായിട്ട് വരുന്നത് യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാതെ, യാതൊരു രീതിയിലുള്ള സാമൂഹ്യ ബോധവും ഇല്ലാതെ ഒരു പ്രശ്നമായിട്ട് വരുന്നു. മറ്റുള്ള ആളുകളൊക്കെ സമരമൊക്കെ ചെയ്യുന്നത് കണ്ട് നമ്മളങ്ങനെ. പക്ഷേ എന്നെ അങ്ങ് വല്ലാത്തൊരവസ്ഥയിലാക്കി കളഞ്ഞു, എന്നെ ചതിച്ച് കളഞ്ഞു ഇവരെല്ലാം കൂടി ചേർന്ന്. പല ആളുകളും ഈ വിഷയത്തിൽ ഇടപെട്ടു. ആ ഇടപെട്ട ആളുകളെയെല്ലാം ഇവർ സ്വാധീനിക്കുകയും പിന്തിരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തു കളഞ്ഞു. പക്ഷേ ഇനി ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടുകയാണെങ്കിൽ ഈ വിഷയത്തിൻ്റെ ലീഗൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഈ വിഷയത്തിൽ അടുത്ത നിയമപരമായ ഈ സംഭവത്തിൽ രാജ്യത്തിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. CBI അന്വേഷണമൊക്കെ പറഞ്ഞു, നേരായ അന്വേഷണമോ മറ്റോ അവർ നടത്തിയിട്ടില്ല. പേരിന് പ്രഹസന അന്വേഷണം പറഞ്ഞിട്ട് ഇവർ എന്തോ ചെയ്തു. ലോക്നാഥ് ബെഹ്റ ഇവർ ആരൊക്കെ ഇടപെട്ടു. അപ്പോൾ ആ വിഷയത്തിൽ കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ അറിയിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോൾ മറ്റുള്ള കേസുകൾ പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ പ്രധാനമായിട്ട് മാധ്യമങ്ങളുടെ സപ്പോർട്ട്. ആരെങ്കിലും ഈ വിഷയത്തിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുമോ? പല ആളുകൾ ഇടപെട്ടതാണ് ഈ വിഷയം. എന്തായാലും ഒരിക്കൽ ഈ കേസിൽ പ്രതികൾ ആരാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു കേസാണ് വീണ്ടും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷവും ശ്രീജിത്ത് സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീജിത്ത് നമ്മളോട് പറയുന്നത് ഇവരെ സഹായിക്കാൻ നിരവധി സാമൂഹിക പ്രവർത്തകരും മറ്റും എത്തിക്കഴിഞ്ഞാൽ ഈ കേസ് വീണ്ടും അതായത് പ്രതികൾ സമൂഹത്തിന് മുൻപിൽ എത്തുമെന്നാണ്, അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് ശ്രീജിത്ത് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.